പാക് അധിനിവേശ കാശ്മീർ അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുകയാണ്. പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ അടിച്ചമർത്തലിനെതിരെയുള്ള പ്രതിഷേധം അത് പാക് അധിനിവേശ കാശ്മീരിൽ ഏതാണ്ട് വലിയ രീതിയിലുള്ള സ്തംഭനാവസ്ഥയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിപ്പം പ്രക്ഷോഭം 3-ാം ആഴ്ച കഴിഞ്ഞ് 4-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. ഇത് ഏതാണ്ട് ജൂൺ മാസം ആദ്യം തുടങ്ങിയ പ്രക്ഷോഭമാണ്. ചെറിയ തോതിലുള്ള പ്രക്ഷോഭമാണ് തുടങ്ങിയത്. അതിനുള്ള പ്രധാന കാരണം ആ ഭാഗത്തെ അഡ്മിനിസ്ട്രേഷൻ എത്തുന്നില്ല. പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ അങ്ങോട്ട് എത്തുന്നതേയില്ല. അവഗണന, കടുത്ത അവഗണന, ഭരണപരമായ അവഗണന, രാഷ്ട്രീയമായ തികച്ചും ഒരൊറ്റപ്പെട്ട അവസ്ഥ. അതിനോടൊപ്പം തന്നെ അവശ്യ സപ്ലൈസ് പോലും നിഷേധിച്ചുകൊണ്ട് പ്രകടനക്കാരെ നേരിടാനായി പാകിസ്ഥാൻ ഗവൺമെൻറ് എടുത്ത തീരുമാനം അത് അമ്പേ പാളി. അങ്ങനെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് അവിടെ രൂപപ്പെടുകയാണ്. അവാമി ആക്ഷൻ കൗൺസിൽ, ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിൽ JAAC എന്ന രൂപത്തിൽ ആ പ്രദേശത്തെ വിവിധ സംഘടനകൾ ചേർന്ന് ഒരു കൂട്ടമുണ്ടാക്കി, ഒരു കൂട്ടായ്മയുണ്ടാക്കി. അവർ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അപ്പോൾ അത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോൾ നീങ്ങുകയാണ്. അവിടെ ഒരു വലിയ ക്രാക്ക് ഡൗൺ അവിടെ സംഭവിക്കുന്നു. അത് പ്രക്ഷോഭക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ഗവൺമെൻറ് സേനകൾ. അപ്പം 10-ലധികം പേരാണ്, പ്രക്ഷോഭകാരികളാണ് അവിടെ പിടഞ്ഞു വീണത്. അത് ഒരു തീപ്പൊരിയായി ആളിപ്പകരുകയും പാക് അധിനിവേശ കാശ്മീരിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു പ്രതിഷേധം വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അമൻ ഖാൻ, അദ്ദേഹമാണ് പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിൻ്റെ നേതാവ്. അമൻ ഖാൻ ഒരു പരിധിവരെ ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ത്യയോട് ചേരാൻ നിർബന്ധിതരാവും. അതുകൊണ്ട് എപ്പോഴും പറഞ്ഞിരുന്നത്, ഈ പാക് അധിനിവേശ കാശ്മീരിലെ ആളുകളെ പാകിസ്ഥാൻ സർക്കാർ ബോധിപ്പിച്ചിരുന്നത് ഇന്ത്യയിൽ കടുത്ത അടിച്ചമർത്തലാണ്. ഇന്ത്യൻ കാശ്മീർ, അതായത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ, ഇന്ത്യയുടെ പരമാധികാര പ്രദേശമായ കാശ്മീർ, അവിടെ വലിയ രീതിയിലുള്ള പീഡനങ്ങളാണ് നടക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നത്, മാർജിനലൈസ് ചെയ്യപ്പെടുന്നത് പാക് അധിനിവേശ കാശ്മീരിലെ ആളുകളാണ്. അതവർ വൈകി തിരിച്ചറിയുന്നു. നോക്കൂ, കാശ്മീരിൽ മാത്രമായി പ്രതിഷേധം ഒതുങ്ങി നിൽക്കുന്നില്ല. ബലൂചിസ്ഥാൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി BLA വലിയ തോതിലാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും സൈന്യത്തെയും കായികമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അതായത് ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ, പത്താന്മാരുടെയൊക്കെ മേഖലയാണ്, ആ മേഖലയിൽ ഏതാണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായി കാലിടറി അവിടെ പാക് താലിബാൻ വളരെ ശക്തമാണ്. അഫ്ഗാൻ താലിബാനുമായി ചേർന്ന് നിന്നുകൊണ്ട് പാക് താലിബാൻ പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും ISIക്കും ഒക്കെ എതിരെ പടവാളോങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം ഇതാ കാശ്മീർ കൂടി, അതായത് പാക് അധിനിവേശ കാശ്മീർ കൂടി, അതായത് ജിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പ്രദേശവും അതുപോലെ ആസാദ് കാശ്മീർ എന്നവർ വിളിക്കുന്ന ആ പ്രദേശവും എല്ലാം കൂടി കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ സ്വാഭാവികമായി ഉണ്ടായതാണോ, ജൈവികമായി ഉണ്ടായതാണോ, അതോ ഇന്ത്യയുടെ കരങ്ങൾ അതിന് പിന്നിലുണ്ടോ? ഇതാണ് ചോദ്യം. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഒരു കാഷ്വലായൊരു പ്രസ്താവന നടത്തി. പാക് അധിനിവേശ കാശ്മീരിനെ വേണ്ടി വന്നാൽ ഇന്ത്യയോടൊപ്പം ചേർക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട്, അതിനുള്ള കേപ്പബിലിറ്റി ഇന്ത്യക്കുണ്ട്. അതിനർത്ഥം ഒരു മിലിറ്ററി നടപടികളിലൂടെ എന്നാണ് ആദ്യം വിചാരിക്കുന്നത്. അതല്ല എങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നല്ലേ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം, ആ സമ്മർദ്ദം അത് ഒരു ലെവൽ കൂടുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇടപെടേണ്ട ഒരു അവസ്ഥ വരും എന്ന ഒരു വെയിൽഡ് സൂചനയാണ്, ഒരു പുകമറയാണത് സൃഷ്ടിച്ചത്. പക്ഷെ അതിൽ നിന്ന് ഊർജം കൊണ്ടുകൊണ്ട് തങ്ങളുടെ ഭാവി ഭാരതത്തിനുള്ളിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഭദ്രമാകുമായിരുന്നു, തങ്ങളുടെ സാമ്പത്തിക അവസ്ഥ കുറച്ചുകൂടി മെച്ചമാകുമായിരുന്നു, ടൂറിസം ഒക്കെ വികസിക്കാൻ സാധിക്കുമായിരുന്നു. ഇതെല്ലാം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ രൂഢമൂലമായ ചിന്തയാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, നദീജല വിഷയം ഒരു ഫ്ലാഷ് പോയിന്റിലേക്ക് എത്തുന്നു എന്ന ഒരു ചിന്ത. ഇപ്പം നമുക്കറിയാമല്ലോ, പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ സംഭവിക്കുന്നു. ഓപ്പറേഷൻ സിന്ധൂറിലെ പ്രധാന നടപടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ നദികൾ, അതായത് 3 നദികൾ,
ഝലം, ജനാബ്, സിന്ധു, ഈ 3 നദികൾ, 6 നദികളാണല്ലോ പഞ്ചാബ് എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് കടന്നു വരുന്ന കാശ്മീരിൻ്റെ ഹിമാലയ സാനുക്കളിൽ നിന്നും ഒഴുകി വരുന്ന 5 നദികൾ. അതോടൊപ്പം മുഖ്യ നദിയായ സിന്ധു. അപ്പോൾ സിന്ധു നദിക്ക് പുറമെ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയുടെ ഭാഗത്തുകൂടി അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടി അവകാശപ്പെട്ട നദികളായ രവി, ബിയാസ്, സത്ലജ്, അതുപോലെ പാകിസ്ഥാൻ്റെ ഭാഗത്തുകൂടി അല്ലെങ്കിൽ പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് പ്രവേശിക്കേണ്ട ഝലം, ജലാബ്, അതോടൊപ്പം മെയിൻ നദിയായ സിന്ധു, ഇതെല്ലാം ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ട് 1960 നദീജല കരാർ അനുസരിച്ച് 3 നദികളുടെ, പടിഞ്ഞാറൻ നദികളുടെ ജലം പാകിസ്ഥാൻ ഏകപക്ഷീയമായി ഉപയോഗിക്കാൻ കഴിയുകയും കിഴക്കൻ നദികളുടെ മേൽ ഇന്ത്യക്ക് അവകാശമുണ്ടായിരിക്കും, അണകെട്ടി കൊണ്ടുപോകാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ്. അതാണ് ഏകപക്ഷീയമായി ഇന്ത്യ അബ്രോഗേറ്റ് ചെയ്തത്, കട്ട് ഷോർട്ട് ചെയ്തത്. അപ്പോൾ അത് അപ്പർ റൈപ്പേറിയൻ മേഖല എന്ന നിലയിൽ ഇന്ത്യക്ക് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ പഞ്ചാബിലെയൊക്കെ 50% ജനങ്ങളും ഈ പറയുന്ന നദികളുടെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ജലസേചനം നടത്തുന്നത്. അപ്പോൾ അവരുടെ ജീവനാഡി തന്നെയാണ് പാകിസ്ഥാൻ്റെ നദികൾ. അപ്പോൾ അതൊരു ഫ്ലാഷ് പോയിൻ്റായിട്ട് വൈകാരിക വിഷയമായിട്ട് വരികയാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. കാശ്മീർ വിഷയം പാകിസ്ഥാൻ ആളിക്കത്തിക്കുന്ന സ്ഥിതിക്ക് കാശ്മീരിൽ ഭീകരത അവസാനിപ്പിക്കാതെ, അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരത അവസാനിക്കാതെ, ഭീകര ക്യാമ്പുകൾ പാക് അധിനിവേശ കാശ്മീരിലും പഞ്ചാബിലുമൊക്കെയുള്ള ഭീകര ക്യാമ്പുകൾ നിർത്തിവയ്ക്കാതെ ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ച വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി വളരെ പ്രകോപനപരമായ ഒരു നിലപാടാണ് കൈക്കൊണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ കാണുന്നത്, ഇന്ത്യ ഏതെങ്കിലും കാരണവശാൽ ഇത് തുടരുകയാണെങ്കിൽ, അതായത് ജല ഉപരോധം അല്ലെങ്കിൽ ജലം തടഞ്ഞു വെക്കുന്നത് തുടരുകയാണെങ്കിൽ തടഞ്ഞു വെച്ച കൈകൾ വെട്ടിമാറ്റാൻ തങ്ങൾ നിർബന്ധിതരാവും എന്ന ഒരു ത്രെട്ടാണ് പാകിസ്ഥാൻ്റെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പം അതിനുള്ളൊരു പ്രതികരണം എന്ന നിലയിൽ കൂടിയാവാം ഒരുപക്ഷെ ഇന്ത്യ ഈസ് ഹൈപ്പർ ആക്റ്റീവ് ഇൻ മോണിറ്ററിങ് ദ സിറ്റുവേഷൻ ഇൻ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. നോക്കൂ, പാകിസ്ഥാൻ്റെ തലയാണ് കാശ്മീർ, ഇന്ത്യയുടെയും തലയാണ് കാശ്മീർ. പാകിസ്ഥാൻ്റെ 5 പ്രദേശങ്ങളിൽ ഒന്നാണ് അല്ലേ പാകിസ്ഥാൻ. പി ഫോർ പഞ്ചാബ്, എ ഫോർ അഫ്ഗാനിസ്ഥാൻ, അതായത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് മേഖലയാണ്, പാക് മേഖലയാണ്. കെ ഈസ് എ മിഡിൽ വേർഡ്, അത് കാശ്മീരിനെ സൂചിപ്പിക്കുന്നു ഭംഗ്യാന്തരേണ. സിന്ധ്, യെസ്, ISTAN, ബലൂചിസ്ഥാൻ. ഇവിടെ സിന്ധിൽ ഈ വിമത പ്രവർത്തനങ്ങളുണ്ട്. പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സിന്ധിനോടുള്ള അവഗണനയ്ക്കെതിരെ സിന്ധിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ബലൂചിസ്ഥാൻ ഏതാണ്ട് കൈവിട്ട മട്ടാണ്. ഖൈബർ പഖ്തൂൺഖായിൽ പത്താൻമാർ വലിയ റെസിസ്റ്റൻസാണ് പാകിസ്ഥാനെതിരെ ഉയർത്തുന്നത്. അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കേവലം പഞ്ചാബ് മാത്രമായി മാറുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലേക്കാണോ പാക് രാഷ്ട്രം നിൽക്കുന്നത്? നോക്കൂ, പാകിസ്ഥാൻ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. നയതന്ത്ര മേശയിൽ പാകിസ്ഥാൻ ഒരു സജീവ സാന്നിധ്യമാണ്. ഇറാൻ അമേരിക്ക വിഷയം പരിഹരിക്കാനായി പാകിസ്ഥാൻ്റെ കൂടെ മധ്യസ്ഥതയിലാണ് ഈ സമാധാന ശ്രമങ്ങൾ നടക്കുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാന് വലിയ വിലയും നിലയും കിട്ടിയെന്ന് തോന്നുന്ന ഇടത്താണ് സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യവും അതിൻ്റെ സൈനിക മേധാവി അസിം മുനീറും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഷഹബാസ് ഷെരീഫും തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് വിഷയം. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകോപനമുണ്ടാക്കി വലിയ രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതാ പാക് അധിനിവേശ കാശ്മീർ, തങ്ങളുടെയാണെന്ന് അവർ കരുതുന്ന പാക് കാശ്മീർ കൈവിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വരുമോ? അത് മാത്രമല്ല, മറ്റൊരു ഡയമെൻഷൻ കൂടിയുണ്ട്. ഇന്ത്യക്കകത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി കൂടി ഒന്ന് പരിഗണിക്കൂ. ഇന്ത്യയുടെ ദേശീയ കക്ഷികൾ 2 പ്രധാന ദേശീയ കക്ഷികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും. ഭാരതീയ ജനതാ പാർട്ടി ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്കാലത്തും ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന കക്ഷി തന്നെയാണ്, സംശയമൊന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ചില തിരിച്ചടികൾ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ പാകിസ്ഥാനുമായുള്ള വിഷയം സജീവമായി നിലനിർത്തണം എന്ന ഒരു ചിന്ത ഉള്ളതായി വിമർശകരുടെ ഭാഗത്തു നിന്ന് ആരോപണങ്ങളുണ്ട്. അത് സ്ഥിരീകരിക്കാനാവില്ല. ഇതൊരു നിരീക്ഷണം മാത്രമാണ്, നിഗമനം മാത്രമാണ്. അത് മാത്രമല്ല, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും 150ഓളം പേര് ചേർന്ന്
ഒരു നിവേദനം കൊടുക്കുകയാണ് റെസ്പെക്റ്റീവ് ഗവൺമെൻറ്റുകൾക്ക്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാനും. അതായത് വീണ്ടും ഒരു യുദ്ധത്തിനുള്ള അന്തരീക്ഷം സംജാതമാകരുത്. വിഷയങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ഒരു ഫ്ലാഷ് പോയിന്റിലേക്ക് കഴിഞ്ഞ വർഷം സംഭവിച്ചതുപോലെ, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് സംഭവിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ മാതിരിയുള്ള ഒരു ഓപ്പറേഷൻ വീണ്ടും ഉണ്ടാവരുത്. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ എന്നത് തുടരും എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. അത് അവസാനിപ്പിച്ചതായി ഒരിടത്തും ഇന്ത്യ സൂചിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ വന്നാൽ അതിനർത്ഥമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആകപ്പാടെ ഒരു ആലസ്യം, ഗൾഫിലേക്ക് ഒരു ആലസ്യത്തിന് ശേഷം, ഓയിൽ ഷോക്കിന് ശേഷം രണ്ട് ഇക്കോണമികളും ഒന്ന് പച്ച പിടിച്ച് വരാൻ നേരം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് ഉചിതമല്ല എന്ന് ഈ പല ആളുകൾ, അത് BJP ഇല്ല അതിനകത്ത് BJPക്കെതിരെ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കാശ്മീരിലെ ചില കക്ഷികൾ, പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ, ബീഹാറിലെ ചില കക്ഷികൾ, ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികളുടെ ആളുകളും സാമൂഹ്യ പരിഷ്കർത്താക്കളായ ചില ആളുകളും എല്ലാമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ സമാധാനം വേണമെന്ന് ഒപ്പിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്തും സമാനമായ ഒരു ചിന്ത അവിടുത്തെ മുൻ ഭരണാധികാരികൾ ചിലരുൾപ്പെടെ ഇങ്ങനെ പറയുന്നു. അതിനർത്ഥം ഏത് നിമിഷവും ഈ അതിർത്തിയിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെടാം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് കൈവിട്ട കളിക്ക് രണ്ട് രാജ്യങ്ങളും തയ്യാറാവില്ല. ഈ കാശ്മീരിലെ പ്രക്ഷോഭം ഒരുപക്ഷെ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാം, അവിടുത്തെ അസംതൃപ്തി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാം. അതുമാത്രമല്ല, അതിർത്തി മേഖല വളരെ വളരെ അശാന്തമാണ്. അതിർത്തി മേഖലയിലെ പല പട്ടണങ്ങളും, അതായത് ലൈൻ ഓഫ് കൺട്രോൾ ആ ഭാഗത്തിൻ്റെ അപ്പുറത്തുള്ള ജസ്റ്റ് അപ്പുറത്ത് മാത്രമുള്ള ചില പ്രദേശങ്ങൾ ആളിക്കത്തുകയാണ്. ഒരുപാട് മർദ്ദനമുറകളാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റും സൈന്യവും പോലീസും എല്ലാം ചേർന്ന് പ്രക്ഷോഭകാരികൾക്കെതിരെ നടത്തുന്നത്. അവർ പറയുന്നത് എന്താണ്? അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് വളരെ ഹൈ ആണ്. അവിടെ നിന്നുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ജലസേചനത്തിൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വിദ്യുച്ഛക്തി ഉൽപ്പാദനത്തിൻ്റെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ സിംഹഭാഗവും ആ പ്രദേശത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ വൈദ്യുതിക്ക് തീവിലയാണ്, കിട്ടാനുമില്ല, പവർ കട്ടുമാണ്. അതേപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ വൻതോതിലാണ് അവിടെ നിയന്ത്രിച്ച് വിതരണം ചെയ്യുന്നത്. അവർ ആവശ്യപ്പെടുന്ന ഭക്ഷ്യ സബ്സിഡി ഉണ്ടാവണം, പവർ സപ്ലൈ സുഗമമാകണം, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം. അപ്പോൾ ഇത് ആകെ ഒരു അവഗണനയാണ്, പൂർണ്ണമായ അവഗണന. തങ്ങൾ എന്തിന് പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സാഹചര്യം വന്നു, ഇത് അപ്പം അവർ പറയുന്നു കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമല്ല. മൗണ്ട് ബാറ്റൻ കരാർ അനുസരിച്ച് പ്രക്ഷോഭകാരികൾ പറയുകയാണ്, അത് സത്യവുമാണ്. മൗണ്ട് ബാറ്റൻ, അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ എന്ന രാജ്യങ്ങൾ മാത്രമല്ല ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏത് നാട്ടുരാജ്യത്തിനും ഒന്നുകിൽ ഇന്ത്യയിൽ ചേരാം, അല്ല എങ്കിൽ പാകിസ്ഥാനിൽ ചേരാം. കാശ്മീർ എന്ന രാജ്യം ഹരിസിംഗ് എന്ന ഹിന്ദു മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് മുസ്ലിം ഭൂരിപക്ഷമായതുകൊണ്ട്, ഹിന്ദു മഹാരാജാവായതുകൊണ്ടും, അതിർത്തി മേഖലയായതുകൊണ്ടും, ഇന്ത്യയുടെ പാകിസ്ഥാനെയും കോമൺ വടക്കൻ അതിർത്തി മേഖലയായതുകൊണ്ട് സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഹൈദരാബാദ്, ജുനാഗഡ് ആൻഡ് കാശ്മീർ, അവിടെയെല്ലാം എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. കാശ്മീരിൽ അവസാനം പാകിസ്ഥാൻ ഇടപെടലുണ്ടായി, ഇന്ത്യ ഇടപെട്ട് മോചിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയാണ് കാശ്മീർ രണ്ടായി മാറിയതും ഒരു ഖണ്ഡം പാകിസ്ഥാനിലെത്തിയതും. ആ പാകിസ്ഥാൻ ഖണ്ഡത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആത്യന്തികമായി കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതാണ് കരാർ. ഹരിസിംഗും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കരാറിൽ പാകിസ്ഥാൻ്റെ യാതൊരു ക്ലെയിമുമില്ല. അവിടെ ഇൻറ്റഗ്രേഷൻ ഓഫ് കാശ്മീർ വിത്ത് ഇന്ത്യ ഈസ് എ വൺ ടൈം അഫെയർ ആൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് പാകിസ്ഥാൻ അനധികൃതമായി കാശ്മീരിൻ്റെ ഒരു ഭാഗം കൈവശം വെച്ചിരിക്കുന്നത്. അത് തിരിച്ചെടുക്കാൻ ഇന്ത്യ സന്നദ്ധമാവും എന്ന ഒരു ചിന്തയാണ്. പക്ഷെ അങ്ങനെ സന്നദ്ധമായാൽ വീണ്ടും യുദ്ധം തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യം അഭികാമ്യമാണോ എന്ന ഒരു സന്ദേഹമാണ് ഈ കത്തിലൂടെ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതിരിക്കട്ടെ, സുഗമമായ രാഷ്ട്രീയ പ്രക്രിയ അവിടെ ഉണ്ടാകട്ടെ, ചർച്ചകൾ ഉണ്ടാവട്ടെ. ഇന്ത്യയുടെ നിലപാട് എപ്പോഴും അങ്ങനെയാണ്, ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം എന്ന ഇന്ത്യയുടെ വിഖ്യാത നിലപാട്. ഉഭയകക്ഷി സിംല കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാം. പക്ഷേ കാശ്മീരിൻ്റെ അവകാശത്തിന്മേൽ ചർച്ചയില്ല. കാരണം എന്തുകൊണ്ടാണ്? കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷേ കാശ്മീരിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, ക്രോസ് ബോർഡർ ടെററിസം ഒക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കാം. അങ്ങനെ ഒരു അമിക്കബിൾ സൊല്യൂഷൻ, ഇതാണ് അഭികാമ്യം. രണ്ട് രാജ്യങ്ങൾക്ക് വളരാൻ കാശ്മീർ വിഷയം ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിച്ചേ മതിയാകൂ. ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.